Next topic is section 7.5 approximate integration. അതില് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈക്വൽ പാർട്ടീഷൻസിനെ കുറിച്ചാണ്. നമ്മള് y ഈക്വൽ റീമാൻ സം എന്താണെന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നുള്ള ഒരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുക. ഇൻ എ ടു ബി ആണ് ഫംഗ്ഷൻ വിചാരിക്കുക. നമ്മള് ഇവിടെ എക്ക് എക്സ് നോട്ട്, പിന്നെ ഇതിൻ്റെ ഇടയിൽ x1 x2 എക്സെട്ര xn അങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്യും ക്ലോസ്ഡ് ഇന്റർവൽ എ ബിനെ. അതിന് പകരം നമ്മൾ ഈക്വൽ പാർട്ടീഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതായത് n സബ് ഇന്റർവൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുക. n സബ് ഇന്റർവൽ ഓഫ് ഈക്വൽ വിഡ്ത്ത് ആയിട്ട് ക്ലോസ്ഡ് ഇന്റർവൽ എ ബിനെ ഡിവൈഡ് ചെയ്യുക. അപ്പൊ ഒരു ഇന്റർവലിന്റെ ലെങ്ത് എത്ര വരും? അത് ടോട്ടൽ ലെങ്ത് എത്രയാണ് വരിക? ടോട്ടൽ ലെങ്ത് ബി മൈനസ് എ ആണ്. അതിനെ ഈക്വൽ n ഇന്റർവൽ ആയ ഓരോ ഇന്റർവലിന്റെ ലെങ്ത് ബി മൈനസ് എ ബൈ എൻ. We fix this as hn. Now we put the x naught equal to a, x1 equal to a plus hn, x2 equal to x1 plus hn, or a plus hn plus hn to hn, xn minus 1 equal to a plus n minus 1. Now, what is xn equal to? A plus nhn എന്നാണ്. nhn എന്ന് പറഞ്ഞാൽ a plus n into b minus a by n. This is a plus b minus a is equal to b. So, ഇതാണ് നമ്മളുടെ പാർട്ടീഷൻ. സോ our partition Pn contain points Pn, our partition Pn is such that a less than a plus hn less than a plus 2hn less than a plus n minus 1hn less than b. This is our partition, and if we approximate the integral as നമ്മള് ഇന്റഗ്രൽ കണ്ടുപിടിക്കാണ് നമ്മൾ നോക്കുക. നമ്മൾ ഈ ഓരോ പോയിന്റിൽ ഇതാണ് x1 x2 എക്സെട്ര xn മൈനസ് 1 ഓരോ പോയിന്റും നമ്മൾ ഇങ്ങനെ വെർട്ടിക്കൽ ലൈൻസ് വരച്ചിട്ട് അതിനെ റെക്ടാംഗിളുമായിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യുക. അപ്പൊ അപ്രോക്സിമേറ്റ് ചെയ്യാൻ if we use the left end point as the value of the ഒരു ഇന്റർവെലിന്റെ വാല്യൂ ആയിട്ട് ലെഫ്റ്റ് എൻഡ് പോയിന്റിലെ വാല്യൂ എടുക്കുക, അല്ലെങ്കിൽ ടാഗ് ആയിട്ട് ലെഫ്റ്റ് എൻഡ് പോയിന്റ് എടുക്കുക. Our partition P is a plus hn etc. a plus n minus 1 hn b. It's our partition where a less than.
if we pick tags as left endpoints, ലെഫ്റ്റ് എൻഡ് പോയിന്റിൽ ടാഗ് ആയിട്ട് എടുത്താല് നമുക്കറിയാം നമുക്ക് റീമാൻ സം ആയിട്ട് സിഗ്മ k equal to 1 to n f of I into xi minus xi minus 1 ആണ് നമ്മളുടെ റീമാൻ സം ആയിട്ട് വരിക. റീമാൻ സം നമ്മൾ Sn എന്നാണ് വിളിക്കല് അല്ലെ. Sn ഓഫ് എഫ് എന്ന് നമ്മൾ ഇതിന് പറയുകയാണെങ്കിൽ റീമാൻ സം ഇതാണ് വരിക. പക്ഷെ if we pick tag at left end points, we call the corresponding Riemann sum as LNF, and that is equal to sigma k equal to 1 to n f of what is Ti here? What is Ti here? Left end points. That is each interval is this a plus hn. ഇനി kth ഇന്റർവൽ എങ്ങനെ വരിക? എ പ്ലസ് ഫസ്റ്റ് ഇന്റർവൽ എ പ്ലസ് എച്ച് എൻ, സെക്കൻഡ് ഇന്റർവൽ എ പ്ലസ് എച്ച് എൻ എ പ്ലസ് 2hn, kth ഇന്റർവൽ എ പ്ലസ് കെ മൈനസ് 1hn എ പ്ലസ് കെ എച്ച്. This will be kth sub interval and left end point will be a plus k minus 1hn. So k ആണെങ്കിൽ ഇവിടെ k കൊടുക്കണം. A plus minus 1hn into xk minus xk minus 1 എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് kth sub interval, that is hn always, that is hn always, that is equal to hn, and hn is a constant, that's equal to b minus a divided by 2n, and the summation depend on k only, so we can take hn outside, and this sum can be written as sigma k equal to 1 to n f of a plus k minus 1 hn. Or if we replace k by k minus 1, k by k minus 1, that is then sigma becomes sigma k minus 1 equal to 1 to n, and അല്ലെങ്കിൽ നമ്മള് സിഗ്മയിൽ നമുക്കറിയാം ഇവിടെ സിഗ്മയുടെ ലിമിറ്റിൽ നിന്ന് ഓരോന്ന് സബ്ട്രാക്ട് ചെയ്താൽ ഇവിടെ കേക്ക് വരാൻ k plus 1 കൊടുക്കാം. അപ്പൊ ഇങ്ങനെയാണ് വരിക. അത് സിഗ്മ ബിക്കംസ് സിഗ്മ k equal to 0 to n minus 1. അതായത് ഇവിടെ 1 കുറച്ചു, ഇവിടെയും 1 കുറച്ചു, ആ 1 ഇവിടെ k നോട് കൂടെ ആഡ് ചെയ്തു. അപ്പൊ k is replaced by k plus 1. So this becomes f of k plus khn. This is called LNF, or is the nth left approximation. Nth left. Similarly, we may define nth right approximation. Nth right approximation നമുക്ക് നേരിട്ട് തന്നെ എഴുതാം. RNF equal to ഇവിടെ nth സബ് ഇന്റർവലിന്റെ റൈറ്റ് എൻഡ് പോയിന്റ് വരുന്നത്, what is nth സബ് ഇന്റർവലിന്റെ റൈറ്റ് എൻഡ് പോയിന്റ് വരുന്നത് a plus k hn ആണ്. So
ഈ ഫസ്റ്റ് ഫോമിൽ എഴുതിയ സിഗ്മ കെ ഈക്വൽ ടു 1 to n f of a plus k hn right hand point into hn, that hn can be taken outside, so no need to change the summation since here we get k itself. So this is called the nth right approximation of the Riemann sum or of the integral. നമ്മൾ nth right approximation എന്നാണ് ഇതിന് പറയാം. If we take the average of the two, average of ln and rn is denoted by tn. That is tnf tnf equal to half into rnf. So what we have discussed, three types of sum. lnf equal to hn into sigma k equal to 0 to n minus 1 f of a plus khn. Rnf equal to sigma hn into sigma k equal to 1 to n f of a plus khn. And the average of ln and rn is tnf. Now we prove a theorem. Here's the theorem. If f from closed interval a b to r is monotone, then integral a to b f minus tnf less than or equal to mod f of b minus f of a into b minus a divided by 2. What about the value of the integral and lnf? If the function is monotone, given is monotone, assume f is suppose f is increasing. അപ്പോഴേ ഞാൻ നേരത്തെ പറഞ്ഞതിന് ഇതുള്ളൂ കേട്ടോ. എ ലെസ് ദാൻ ഓർ ബി ആകുമ്പോൾ എഫ് ഓഫ് എ ലെസ് ദാൻ ഓർ എഫ് ഓഫ് ബി ആവുക എഫ് ഇൻക്രീസിങ് ആകുമ്പോഴുള്ള. അപ്പോൾ മൊണോട്ടോൺ ആണ് നമ്മൾ ഇൻക്രീസിങ് ആണെന്ന് പറയാം. ഇൻക്രീസിങ് ആണെങ്കിൽ എൽ എൻ എഫ് എപ്പോഴും ആർ എൻ എഫിനെക്കാളും കുറവായിരിക്കും എന്ന് മാത്രമല്ല എൽ എൻ എഫിന്റെയും ആർ എൻ എഫിന്റെയും ഇടയിലായിരിക്കും ഇന്റഗ്രൽ എ ടു ബി എഫ്. സംശയമുണ്ടോ? ഫങ്ഷൻ മൊണോട്ടോൺ ആണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. മൊണോട്ടോൺ ഇൻക്രീസിങ് ആണെങ്കിൽ ഫങ്ഷൻ ഇങ്ങനെ പോവാം. ഇങ്ങനെ പോകുമ്പോ എൽ എൻ എഫ് എന്ന് പറഞ്ഞാല് ഇടത് ഈ സമ്മാണ്. ആർ എൻ എഫ് എന്ന് പറഞ്ഞാല് നമ്മള് റൈറ്റ് ഹാൻഡ് പോയിന്റ് എടുത്തുള്ള സമ്മാണ്. അപ്പൊ ആർ എൻ എഫ് will be always bigger and the value of the integral is like this, right? So ആർ എൻ എഫ് ഇന്റഗ്രലിന്റെ വാല്യൂവിനെക്കാളും കൂടുതലായിരിക്കും, എൽ എൻ എഫ് ഇന്റഗ്രലിന്റെ വാല്യൂവിനെക്കാളും കുറവായിരിക്കും. ഇന്റഗ്രലിന്റെ വാല്യൂ എൽ എൻ എഫിന്റെയും ആർ എൻ എഫിന്റെയും ഇടയിലായിരിക്കും, റൈറ്റ്? നോ,
എല്ലായിടത്തുനിന്നും TNF സബ്ട്രാക്ട് ചെയ്യുക. എല്ലായിടത്തുനിന്നും TNF സബ്ട്രാക്ട് ചെയ്യുക. അപ്പൊ എന്താണ് വരാൻ നോക്കുക. സബ്ട്രാക്ട് LNF minus TNF less than or equal integral A to B F less than or equal to RNF minus TNF. Now, that is LNF minus TNF നമ്മൾ മുകളിലത്തെ ഫോർമുല എടുക്കണ്ട, ഇത് എടുത്താൽ മതി. ആവറേജ് ഓഫ് LNF RNF. മിഡിലെ ടേമൊന്നും TNF സബ്ട്രാക്ട് ചെയ്യണം. ഇന്റഗ്രൽ A to B F minus TNF. അതങ്ങനെ തന്നെ എഴുതിയാൽ മതി. റൈറ്റ് സൈഡിൽ RNF മൈനസ് ഇൻറ്റു എന്താണ് നമുക്ക് കിട്ടുക? LNF ഹാഫ് LNF കുറച്ചാൽ ഹാഫ് LNF മൈനസ് RNF, റൈറ്റ്? ഇത് നെഗറ്റീവ് ആയിരിക്കും, റൈറ്റ്? നമുക്ക് വേണമെങ്കിൽ മൈനസ് ഹാഫ് ഇൻറ്റു RNF മൈനസ് LNF എന്നാക്കാം ലെഫ്റ്റ് സൈഡ്. അതേപോലെ ലെസ് ദാൻ ഓർ ഇന്റഗ്രൽ A to B F minus TNF equal to റൈറ്റ് സൈഡിൽ RNF എന്ന് ഹാഫ് RNF കുറച്ചാല് ഹാഫ് RNF മൈനസ് ഹാഫ് LNF കിട്ടും. ഹാഫ് ഇൻറ്റു RNF മൈനസ് LNF. നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഇതിന്റെ നെഗറ്റീവ് ആണ് ലെഫ്റ്റ് സൈഡിൽ. സോ വി ക്യാൻ യൂസ് we get minus a less than x less than a implies mod x less than a. അല്ലെങ്കിൽ ഈക്വൽ ടു ഉണ്ടെങ്കിൽ ഇവിടെ ഈക്വൽ ടു ഉണ്ടാവും. സോ this means modulus of integral A to B F minus TNF less than or equal to half into RNF minus LNF. Oh. RNF പ്ലസ് LNF ആണ് നമ്മൾ മുകളിൽ കണ്ടിട്ടുള്ളത്. അതിവിടെ കാര്യമില്ല, അപ്പൊ അതുകൊണ്ട് ഇത് സെപ്പറേറ്റിന് കാണേണ്ടി വരും. ദിസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു RNF എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ എഴുതിയ പോലെ HN into sigma equal to 1 TN F of A plus KHN minus HN into sigma equal to 0 to N minus 1 F of A plus KHN. നേരത്തെ ചെയ്തപോലെ equal to HN by 2 into ഇവിടെ nth ടേം മാറ്റി വെക്കുക. that is sigma k equal to 1 dn minus 1 f of a plus KHN plus n കൊടുത്താല് f of a plus NHN. f of a plus NHN നമ്മൾ നേരത്തെ f of b ആണ്. മൈനസ് HN പുറത്തെടുത്തിട്ടുണ്ട്. സെക്കൻഡ് ടേമിൽ അതേപോലെ സെക്കൻഡ് ടേം ബ്രാക്കറ്റിൽ എഴുതുക N0 equal to 0 അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. that is f of a വരും. ഇനി ബാക്കിയുള്ള സിഗ്മ k equal to 1 to n minus 1 എടുക്കുക. f of a plus KHN. Now
അപ്പോൾ ഇവിടെ ഈ ടേമും തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ക്യാൻസൽ ആവും. That is hn by 2 into f of b minus f of that is b minus a by 2 b minus a by n by 2 അല്ലെ. ഹാഫ് ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞാൽ ബി മൈനസ് എ ബൈ എൻ ഇൻറ്റു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഓർ is equal to b mod f of b minus f of b greater than f of a ആണ് നമുക്കറിയാം. mod f of b minus f of a into b minus a divided by 2. So if f is monotone decreasing, ഇത് f of a minus f of b ആവും ആൻസർ. അപ്പോൾ ഡിക്രീസിങ് ആണോ ഇൻക്രീസിങ് ആണോ? അപ്പോൾ ഡിക്രീസിങ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മോഡുലസ് കൊടുക്കും. Okay, so this is the proof. Now, ഇനി നമ്മൾ ഈ പ്രൂഫിലേക്ക് റിസൾട്ടിലേക്ക് ഒന്നുകൂടി വരാം. What does this result means? എഫ് മൊണോട്ടോൺ ഇൻക്രീസിങ് ആണെങ്കിൽ ഇന്റഗ്രലിന്റെ വാല്യൂം ടി എൻ എഫിന്റെ വാല്യൂം തമ്മിൽ ഉണ്ടാവുന്ന വ്യത്യാസം ഇതാണ് എന്നാണ്. പരമാവധി ഇതാണെന്നാണ്. അബ്സല്യൂട്ട് വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. അപ്പോൾ ഇതിന്റെ മീനിങ് എന്താണെന്ന് വെച്ചാല് നമ്മൾ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുന്നതിന് പകരം ടി എൻ എഫ് ഇവാലുവേറ്റ് ചെയ്താ ഉണ്ടാവണ എററിന്റെ എസ്റ്റിമേറ്റ് ആണിത്. എറർ നമുക്കറിയാം എൽ എൻ എഫ് എന്ന് പറഞ്ഞാൽ കുറവാണ്, ആർ എൻ എഫ് എന്ന് പറഞ്ഞാൽ കൂടുതലാണ്. അപ്പൊ അതിന്റെ രണ്ടിന്റെ ഇടയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ആവറേജ് വാല്യൂ എടുത്ത് നോക്കുക എന്നുള്ളത് വളരെ ലോജിക്കൽ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണ്. അത് ഇന്റഗ്രലിന്റെ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യാന് മോണോട്ടോൺ ആണെങ്കിൽ അത് നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലെ. മോണോട്ടോൺ ഫംഗ്ഷൻ ആണെങ്കിൽ ഇന്റഗ്രലിന്റെ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ we can use the TNF as an estimate. So we can estimate the value of the integral, and if the estimation is in fact an approximation, and in an approximation there will be errors, so that maximum error that can be incurred in approximating integral a to bf using TNF is given by this inequality, that is integral a to b, integral modulus of integral a to b f minus TNF is less than or equal to this much. So ഇത് വെച്ചിട്ട് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം നമുക്കിനി. Find the maximum error in approximation integral 0 to 1 e raised to minus x square dx using TNF. n equal to 8. അതായത് 8 സ്റ്റെപ്പില് നമുക്ക് ഈ എത്ര എന്നിന്റെ വാല്യൂ സെറ്റ് ചെയ്യുക. എന്നിന്റെ വാല്യൂ 8 ആണെങ്കിൽ what is the maximum error that can be incurred in the approximation integral 0 to 1 e raised to minus x square using TNF, T8F അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഫോർമുലയിൽ ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. ഇന്റഗ്രൽ ഇവിടെ ആദ്യം പറയേണ്ടത് if f is monotone ആണ്. നമുക്കറിയാം ഇന്റഗ്രൽ e raised to minus x square monotone എന്താണ്? ഇൻക്രീസിങ് ഡിക്രീസിങ് ആണ്. f of x equal to e raised to minus x square x belongs to interval 0 1 is monotone
ഡിക്രീസിങ്. അതുകൊണ്ടാണ് നമുക്ക് ഈ റിസൾട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. therefore നമുക്ക് ആ ഫോർമുല തന്നെ നേരിട്ട് കണ്ടെടുക്കാം. ഇന്റഗ്രൽ a to b f മൈനസ് tnf, n എന്താണ് 8, ലെസ് ദാൻ ഓർ ഈക്വൽ ടു mod f of b mod e raised to minus 1 minus e raised to 0. f of b minus f of a into b minus a divided by 2 into a. This is the maximum error in this approximation, and this in fact the modulus this equal to ഇത് 1 ആണ്, ഇത് 1 by ആണ്. that is 1 minus 1 by absolute value എടുക്കുമ്പോൾ തിരിഞ്ഞു വരും. into 1 by 60 is the error. And this നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത this less than 0.04 എന്നുണ്ട്. കാൽക്കുലേറ്റ് ചെയ്താൽ this less than something less than 0.04 എന്നിട്ട്. അപ്പൊ ഇങ്ങനെ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്താൽ, ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്താൽ ഉണ്ടാകാവുന്ന മാക്സിമം എറർ 0.04 ആണ് കിട്ടും. n16 ആണെങ്കിലോ, n16 ആണെങ്കിൽ ഇതന്നെ ഇവിടെയൊക്കെ തന്നെയാണ് വരിക. ഇവിടെ എന്താ പറയാ, എറർ ഇവിടെ 2 into 16 ആവും. that is 1 by 32. അപ്പൊ അത് 0.2. അതായത് എറർ പകുതിയായി കുറയും. നമ്മൾ 8 പകരം T8f കൊണ്ട് അപ്രോക്സിമേറ്റ് ചെയ്യണം, T16f കൊണ്ട് അപ്രോക്സിമേറ്റ് ചെയ്താൽ എറർ വീണ്ടും ഹാഫ് ആയിട്ട് കുറയും. ഓക്കെ, നെക്സ്റ്റ് we shall discuss the trapezoidal. Trapezoidal rule of approximation of integral എന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എന്താണ് trapezoidal rule of integration എന്നുള്ളത് നമുക്കൊന്നുകൂടി നോക്കാം. ഇതാണ് നമ്മളുടെ എ എന്ന് വിചാരിക്കുക, ഇതാണ് നമ്മളുടെ ബി എന്ന് വിചാരിക്കുക. നമ്മൾ ആദ്യം ചെയ്യുന്നത് എല്ലാ ഇന്റർവെലിനെയും ഈക്വൽ ആയിട്ട് സബ് ഡിവൈഡ് ചെയ്യാണ് ചെയ്യുക. ഈക്വൽ ഇന്റർവെൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ ഓരോ ഇന്റർവെലിന്റെയും വിഡ്ത്ത് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ xn ഈക്വൽ ടു b മൈനസ് a by n ആയിരിക്കും. അതിനുശേഷം നമ്മൾ ഈ ലെഫ്റ്റ് എൻ പോയിന്റിൽ നിന്ന് റൈറ്റ് എൻ പോയിന്റിലേക്ക് എന്താ പറയാ, ഇങ്ങനെ പോളിഗണലായിട്ട് കണക്ട് ചെയ്യും. അതായത് ട്രപ്പീസിയങ്ങൾ ഉണ്ടാക്കും. പോളിഗണൽ പാത്തിലൂടെ കണക്ട് ചെയ്യും. സ്ട്രൈറ്റ് ലൈൻസ് വരക്കും. ഇപ്പൊ നമുക്ക് കിട്ടിയത് ഇത്രയും ട്രപ്പീസിയങ്ങളാണ്. ഈ ട്രപ്പീസിയങ്ങളുടെ ഏരിയ കാണും. ഈ ട്രപ്പീസിയങ്ങളുടെ ഏരിയ കാണാൻ നിങ്ങൾക്കറിയാം അല്ലേ? അപ്പോ അല്ലെങ്കിൽ ഇതിന്റെ താഴെ ഏരിയ എന്ന് പറഞ്ഞാല് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഈ ഫങ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ ഇത് നമുക്ക് തിയററ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. കാരണം ഫങ്ഷൻ കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി ആണെങ്കിൽ വി ക്യാൻ ഇതിന്റെ വളരെ അടുത്ത്, ഈ ഫംഗ്ഷന്റെ വളരെ അടുത്ത് തന്നെ നമുക്കൊരു പോളിഗണൽ പാത്ത് കണ്ടെത്താൻ പറ്റുന്ന നമ്മൾ യൂണിഫോം കണ്ടിന്യൂറ്റി ഉപയോഗിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ ചെയ്യുന്നത് നോക്കാം.
ഇത് കണ്ടുപിടിക്കാൻ ആദ്യം നമ്മൾ എന്താണ് ഒരു ട്രപ്പീസ്യത്തിന്റെ ഏരിയ നോക്കുക. ട്രപ്പീസ്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ ഈ ഷേപ്പിൽ ലീനാണ് സാധാരണ ട്രപ്പീസ് എന്ന് പറയുന്നത്. രണ്ട് പാരലൽ എഡ്ജസ് ഇവിടെ എന്താ പാരലൽ ആയിക്കൊള്ളണമെന്നില്ല. അങ്ങനെ ഇതിന്റെ ഏരിയ കാണാൻ നമ്മളുടെ ഐഡിയ എന്ന് പറഞ്ഞാല് ഈ ഇതിനെ രണ്ട് ട്രയാങ്കിൾ ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ ഈ സൈഡ് എയും ഈ സൈഡ് ബിയും ആണ് വിചാരിക്കുക. രണ്ട് പാരലൽ ആയിട്ടുള്ള സൈഡിന്റെ ലെങ്ത് എയും ബി ആണ് വിചാരിക്കുക. അപ്പൊ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എച്ച് ആണെങ്കിൽ എല്ലായിടത്തും എച്ച് ആയിരിക്കും. സോ ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റ് എച്ച് ആണെങ്കിൽ ഏരിയ ഓഫ് ദിസ് ട്രയാങ്കിൾ ഈക്വൽ ടു ഹാഫ് എ എച്ച് എന്നായിരിക്കും. ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ്. ഇനി മുകളിലുള്ള ട്രയാങ്കിൾ പറഞ്ഞാല് അതിന്റെ ബേസ് എന്ന് പറഞ്ഞാൽ ബി ആയിട്ട് എടുക്കുക. അപ്പൊ ഇതിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാല് ഇതായിരിക്കും. ഇതിന്റെ ഹൈറ്റ് ഇതായിരിക്കും ഇതിന്റെ ഹൈറ്റ്. ഏറ്റവും ഈ പോയിന്റിന് കറസ്പോണ്ടിങ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ആയിട്ട് എടുക്കണ്ടേ. ഈ ഹൈറ്റും എച്ച് തന്നെ സെയിം ആയിരിക്കും. കാരണം അത് പാരലൽ സൈഡ് ആയതുകൊണ്ട്, ഈ രണ്ട് സൈഡും പാരലൽ ആയതുകൊണ്ട്. അപ്പൊ ഈ ഹൈറ്റ് രണ്ടും സെയിം ആയതുകൊണ്ട് ഇതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് എ എച്ച് എന്നാണ് വരിക. ഹാഫ് എ എച്ച് എന്നാണ് വരിക. അപ്പൊ ടോട്ടൽ ഏരിയ എന്താണ് പറയാ, ഹാഫ് എ എച്ച് പ്ലസ് ഹാഫ് ബി എച്ച് ആയിരിക്കും. half h plus half bh, that is half into a plus b into h, that is half into sum of the parallel sides into height ആയിരിക്കും ട്രപ്പീസ്യത്തിന്റെ ഏരിയ. ട്രപ്പീസ്യത്തിന്റെ ഏരിയ എന്താണ്, ഹാഫ് into sum of the parallel sides into h. നമുക്ക് ഇതിന്റെ ഒക്കെ ഏരിയ കണ്ടെത്തണം. നമുക്ക് ഈ ഓരോ പോളിഗണിന്റെയും ഏരിയ കണ്ടെത്തണം. നമ്മൾ കേത്ത് പോളിഗൺ എടുക്കുക. എക്സ് കെ മൈനസ് വൺ എക്സ് കെ, അല്ലെങ്കിൽ ഇവിടെ എന്താണ് വരിക, എ പ്ലസ് എ മൈനസ് വൺ എക്സ് എച്ച് എൻ എ പ്ലസ് കെ എച്ച് എൻ. ഈ ഇന്റർവെല് എടുക്കുക. ഈ ഇന്റർവെലിന്റെ ട്രപ്പീസ്യത്തിന്റെ ഏരിയ കാണാം. ഈ ഇന്റർവെലിലെ ട്രപ്പീസ്യത്തിന്റെ ഏരിയ കാണാം. അപ്പൊ ഈ ട്രപ്പീസ്യത്തിന്റെ ഈ സൈഡ് എന്ന് പറഞ്ഞാല് സം ഓഫ് ദി പാരലൽ, ഈ സൈഡിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാല് എഫ് ഓഫ് എ പ്ലസ് കെ മൈനസ് വൺ എച്ച് എൻ ആയിരിക്കും. ഈ സൈഡിന്റെ ഹൈറ്റ് പറഞ്ഞാല് എഫ് ഓഫ് എ പ്ലസ് കെ എച്ച് എൻ ആയിരിക്കും. അപ്പോ area of this region equal to area of the trapezoid equal to ആയിരിക്കും half into sum of the parallel sides f of a plus k minus 1 hn plus f of a plus k hn into height. height എന്ന് പറഞ്ഞാല് ഇത് തമ്മിലുള്ള വ്യത്യാസമാണ്. അതെന്ന് പറഞ്ഞാൽ ഇതാണ്. അതെന്ന് പറഞ്ഞാൽ എല്ലാ അതിന്റെയും സെയിം വിഡ്ത്ത് ആണ്. ഈ ഹൈറ്റ് ഈ ഡിഫറൻസ് എച്ച് എൻ ആണ്. എച്ച് എൻ ബൈ ടു ഇൻറ്റു ഹാഫ് എച്ച് എൻ ഇൻറ്റു സം ഓഫ് ദി പാരലൽ സൈഡ്സ്. ഇതാണ് ഏരിയ ഓഫ് കേത്ത് ട്രപ്പിസോയിഡ് എന്ന് പറയാം. ഇനി നമ്മൾ ഇതിനെ ഈ പോളിഗണൽ പാത്തിനെ നമ്മൾ ജി എൻ എന്ന് വിളിക്കുകയാണെങ്കിൽ ജി എൻ ഇസ് ദ പോളിഗണൽ പാത്ത്. Integral a to b gn equal to area sum of the areas of trapezium. That's equal to ഒരു ട്രപ്പീസ്യത്തിന്റെ ഏരിയ നമ്മൾ കണ്ടു, എച്ച് എൻ ബൈ ടു ഇൻറ്റു എഫ് ഓഫ് എ പ്ലസ് കെ മൈനസ് വൺ എച്ച് എൻ plus f of a plus k h.
ഇത് ഒരു ട്രപ്പീസിയത്തിന്റെ ഏരിയയാണ്. ഇത്തരം ട്രപ്പീസിയങ്ങളെ സിഗ്മ വൺ ടു എൻ ആഡ് ചെയ്തതായിരിക്കും ഈ ഇതിന്റെ ഏരിയ എന്ന് പറഞ്ഞാല്. നോ വാട്ട് ഈസ് ദിസ്, വാട്ട് വിൽ ബി ദിസ് എന്ന് നോക്കാം. നമുക്ക് hn/2 പുറത്തെടുക്കാം. എന്നിട്ട് എന്താണ് ചെയ്യാൻ നോക്കാം. is equal to hn/2 into sigma k equal to 1 to n f of a plus a minus 1 hn plus sigma k equal to 1 to n f of a plus hn. ഈ സിഗ്മകളൊക്കെ നമുക്ക് മുമ്പ് പരിചയമുള്ളതാണ്. ഈ ടേമുകളൊക്കെ നമുക്ക് എവിടെയോ പരിചയമുള്ളതാണ്. അപ്പൊ നമ്മളിവിടെ കേക്ക് k-1 കൊടുത്താലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ hn/2 into sigma k equal to 0 to n minus 1 plus a hn എന്നാക്കുക. ഇത് ഇതേപോലെ തന്നെ sigma k equal to 1 to n 1 to n f of a plus a hn എന്നാക്കുക. Now this equal to tnf. Nth trapezoidal approximation of f is tnf, or it is the average of lnf and rnf. Now there is a theorem and corollary. Theorem corollary നമുക്ക് പ്രൂവ് ചെയ്യാനില്ല, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. നമ്മള് നേരത്തെ ഈ ടി എൻ എഫിന്റെ അപ്രോക്സിമേഷന് തന്നെ നമ്മളൊരു എറർ കണ്ടുപിടിച്ചു. പക്ഷെ അവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, എഫ് മൊണോട്ടോൺ ആവണമെന്നില്ലേ. അപ്പൊ നമ്മൾ ജനറൽ ആയിട്ടൊരു എറർ എസ്റ്റിമേറ്റ് പറയാണ്. let f comma f dash comma f double dash be continuous on closed AB and TNF with the nth എന്താണ് TNF ന് nth trapezoidal approximation. There exists C belongs to closed AB such that TNF minus integral a to b f equal to b minus a whole square divided by b minus a into hn square divided by 12 into f double dash c. And corollary of this is f and the there exist let mod f double dash x than or equal to b to a constant for all x belongs to closed interval ab, then in mod integral a to b f minus tnf than or equal to b minus a whole cube by 2 b minus a into hn square divided by 12 into 2, which is equal to
n b minus a divided by n കൊടുത്താൽ b minus a whole cube divided by 12n square into b2. ഇത് ഒരു എറർ അപ്രോക്സിമേഷൻ ആണ്. അപ്പൊ നമ്മള് TNF ഉപയോഗിച്ചിട്ട് ചെയ്താൽ എന്താ പറയാ മൊണോട്ടോൺ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞ ഫംഗ്ഷൻ ഒന്നുകൂടി നോക്കുക. f of x equal to e raised to minus x square on close the interval 0. ഏത് ഇന്റർവെല്ലും പറയാം, മൊണോട്ടോൺ ഇൻക്രീസിങ്ങോ ഡിക്രീസിങ്ങോ ആണെങ്കിലൊക്കെ പറയാം. Now what is b2 കാണണം ആദ്യം. f ഡബിൾ ഡാഷ് എക്സിന്റെ മാക്സിമം വാല്യൂ ആണ്. f ഡാഷ് എക്സ് എന്താണ് വരിക? minus 2x into e raised to minus x square ആണ് വരിക. f ഡബിൾ ഡാഷ് x equal to minus 2 into x into minus 2x e raised to minus x square plus e raised to minus x square. That's equal to 2 into 2 e raised to minus x square into 2x square minus 1. This. Now what is b2? b2 എന്ന് പറഞ്ഞാൽ b2 equal to maximum of f double dash x ന്റെ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാല് ഇവിടെ എക്സിന്റെ മാക്സിമം വാല്യൂ പറഞ്ഞാൽ എക്സ് 0 ആകുമ്പോഴാണ് വരിക. ഇവിടെ എക്സിന്റെ മാക്സിമം വാല്യൂ എക്സ് 1 ആകുമ്പോഴാണ് വരിക. സോ this equal to 2 into 2 minus 1, that is 2 ആണ് ഇതിന്റെ മാക്സിമം വാല്യൂ എടുക്കേണ്ടത്. അപ്പൊ b2 2 കിട്ടിയാല് what is integral a to b അല്ലെങ്കിൽ integral 0 to 1 e raised to minus x square minus t n t എത്ര 8 സ്റ്റെപ്പില് നമ്മൾ നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെ എടുക്കുക. in 8 steps. Is less than or equal to b minus a whole cube by 12 into n square n cube, that is 64. This is equal to 1 by 384, which is very very small, which is equal to 0.003. നമുക്ക് നേരത്തെ എറർ കിട്ടിയ 0.04 ആയിരുന്നു. ഇവിടെ 0.003 ഏതാണ് അതേ ഇന്റഗ്രൽ അതേ അപ്രോക്സിമേഷൻ T8F വെച്ചിട്ട് ഇതേ ഫംഗ്ഷന് നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന എറർ എന്ന് പറഞ്ഞാല് വീണ്ടും ചെറുതാണ്, 0.003. ഇതേപോലെ ഇത് 16 സ്റ്റെപ്പിലാണ് ചെയ്യുന്നതെങ്കിൽ എറർ 0.0006 എന്നൊക്കെ കിട്ടും. നിങ്ങൾക്ക് ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾ ഇതേപോലെ n equal to 16 എടുത്തിട്ട് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അങ്ങനെ കിട്ടും.